ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അനസ് റഹ്മാൻ. നിങ്ങൾ സ്ഥിരമായിട്ട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗെയിം എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC വന്നിട്ട് ഹാങ് ആവാറുണ്ട്, അല്ലെങ്കിൽ ലോഡ് ആയിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബ്രൗസർ എല്ലാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലോഡ് ആയിട്ടാണ് അത് ഓപ്പൺ ആവുന്നത്. അതിന് മെയിൻ റീസൺ എന്താണ് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സിംഗ് സ്പീഡ് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഈ പ്രോസസ്സിംഗ് സ്പീഡ് വന്നിട്ട് നമ്മുടെ റാമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രോസസ്സിംഗ് സ്പീഡ് നിങ്ങളുടെ റാമിന്റെ സ്റ്റോറേജിന്റെ സ്പേസ് കൂടുന്തോറും നമ്മുടെ പ്രോസസ്സിംഗ് സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC വന്നിട്ട് സ്ലോ ആവുകയും ഹാങ് എല്ലാം ആവുന്നതെല്ലാം അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെ നമ്മളുടെ റാം മെമ്മറിയിൽ സ്പേസ് വന്നിട്ട് ഫ്രീ ആക്കിയിട്ട് നമ്മുടെ പ്രോസസ്സിംഗ് സ്പീഡ് എങ്ങനെ കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC എല്ലാം യൂസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ടെക്നിക്കലായിട്ടും ഗെയിം ആയിട്ടുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് എങ്ങനെ വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മുടെ റാം മെമ്മറിയുടെ സ്പേസ് വന്നിട്ട് ഫ്രീ ആക്കാമെന്ന് നോക്കാം. അതിന് കീബോർഡിൽ വിൻഡോസിൻ്റെ കീയും +R എന്ന കീയും കൂടി ഒപ്പം പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്കൊരു കമൻറ്റ് ബോക്സ് മുമ്പിൽ ഓപ്പണായി വരും. അതിൽ ഓപ്പൺ എന്നുള്ളതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീസെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. RECENT റീസെൻ്റ്. ഓക്കെ, ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ആ വിൻഡോയിൽ വന്നിട്ട് നമ്മൾ റീസെൻ്റ് ആയിട്ട് എന്തൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ റാം മെമ്മറിയിൽ സേവ് ആയിട്ടുണ്ട്. ഒരു കാക്ക് ഫയൽ പോലെ എല്ലാം സേവ് ആയിട്ടുണ്ടാവും. ഇത് നമ്മൾ ഡിലീറ്റ് ആയി കളയണം. നമ്മൾ പെർമനൻറ്റ് ഫയലല്ല, ഒരു കാക്ക് ഫയൽ പോലെ റാം മെമ്മറിയിൽ സേവ് ആയിരിക്കുന്ന ഫയലുകളാണ്. അത് നമ്മൾ എല്ലാം സെലക്ട് ചെയ്യുക. Ctrl+A അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ചിട്ട് എല്ലാം സെലക്ട് ചെയ്യുക. ദെൻ Shift+Delete. എന്നാൽ മാത്രമേ ഫുള്ളായിട്ട് ഡിലീറ്റ് ആവുകയുള്ളൂ, പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവുള്ളൂ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വിൻഡോസിൻ്റെ കീയും R എന്ന കീയും കൂടി ഒപ്പം പ്രസ് ചെയ്യുക. അതിനുശേഷം %temp TEMP ദെൻ % ഓപ്പൺ കൊടുക്കുക. ഇത് നമ്മൾ ടെമ്പററി ഫയൽസ് ആയിരിക്കും. ഇപ്പം നമ്മൾ ബ്രൗസറെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഫോട്ടോഷോപ്പ്, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അതിലെല്ലാം നമ്മൾ ഓരോ ഫയലുകൾ സേവ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ എല്ലാം ടെമ്പററി ഫയലായിട്ട് റാം മെമ്മറിയിൽ സേവ് ആയിട്ടുണ്ടാവും. അതും ഡിലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആവില്ല. എന്താ പറഞ്ഞാൽ അത് ഓൾറെഡി റണ്ണിങ്ങിലിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് ഡിലീറ്റ് ആയി കളയാം. ഇത് രണ്ടെണ്ണം ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ സിസ്റ്റത്തിലെ റാം മെമ്മറി ഫ്രീ ആയിട്ടുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, ഇത് 100% വർക്കിംഗ് ആണ്. നിങ്ങളുടെ പഴയതിനെയും കാട്ടി പ്രോസസ്സിംഗ് സ്പീഡിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC ഇതുപോലെ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കുറച്ച് ഹാങ് ആവലും പ്രോസസ്സിംഗ് സ്പീഡ് കുറയുമ്പോൾ നിങ്ങളിങ്ങനെ റാം മെമ്മറിയിലെ ടെമ്പററി ഫയലും അതുപോലെ റീസെൻ്റ് ഓപ്പൺ ചെയ്ത ഫയൽസ് എല്ലാം ഡിലീറ്റ് ആക്കി കളയുക. അതുകൊണ്ട് നമ്മുടെ പ്രോസസ്സിംഗ് സ്പീഡ് കൂടുകയും ചെയ്യും. ഓക്കെ, അതുപോലത്തെ ഇനി സ്പീഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോസ് വന്നിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഞാൻ ഇനിയൊരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അതിനു മുമ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക.